ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ മാർക്കറ്റ് ക്ലോസ് ആയി ഒരു ശനിയും ഞായറും കഴിഞ്ഞിട്ടാണ് നമ്മൾ മാർക്കറ്റ് ഓപ്പൺ ടൈമിലേക്ക് പോകുന്നത്. അപ്പോൾ നമ്മൾ എന്താണ് കഴിഞ്ഞ വീക്കിൽ സംഭവിച്ചത്, എന്താണ് ഈ വീക്കിൽ ഇനി നടക്കാൻ പോകുന്നത്, ഈ രണ്ട് കാര്യങ്ങളെപ്പറ്റി മാർക്കറ്റിൻ്റെ സ്ഥിതിഗതികളെപ്പറ്റി നമ്മൾ ബോധവാന്മാരായിരിക്കണം. അത് നമ്മൾ എത്രത്തോളം നമ്മൾ സ്റ്റഡി ചെയ്യുന്നു അത്രത്തോളം നമുക്ക് നമ്മുടെ അക്കൗണ്ട്സുകളിൽ അതിൻ്റെ ചേഞ്ചസ് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. മെയിനായിട്ടും ഏറ്റവും നല്ലൊരു വീക്കായിരുന്നു ഈ കഴിഞ്ഞു പോയത്. കാരണം നല്ല രീതിയിലുള്ളൊരു ഡ്രോപ്പ് ഈ രണ്ട് വീക്കിലും ഈ കഴിഞ്ഞ വീക്കിൽ നമുക്ക് ഗോൾഡിനുണ്ടായിട്ടുണ്ട്. നിയർലി ഒരു 400 പിപ്സ് ലാസ്റ്റ് വീക്കിനെ അപേക്ഷിച്ച് ആ ഒരു 1987 ആ ക്രൈറ്റീരിയയിൽ നിന്ന് ഇടിഞ്ഞ് നല്ല സപ്പോർട്ടിംഗ് ഏരിയ ആയിട്ടുള്ള 1940 ആ റേഞ്ചിൽ വന്ന് മൂന്ന് ബ്രേക്കൗട്ടുകൾ 9075, 9069, 9061, അതുപോലെ 9040യും ഒന്ന് ബ്രേക്കായി 9039 വരെ എത്തി. ഇനി നെക്സ്റ്റ് ബിഗ് സപ്പോർട്ട് എന്ന് പറയുന്നത് 1934 ആണ്. അപ്പോൾ ഇതാണ് നമുക്ക് ഈ ഒരു ഏരിയയിലാണ് ഇപ്പം നമുക്ക് ഇങ്ങനെ ഒരു സ്ട്രാറ്റജി നിൽക്കുന്നത് നിലവിൽ. ഇപ്പം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരു അപ്പ് ആൻഡ് ഡൗൺ ആരോ വീണ്ടും വന്ന് ഇങ്ങനെ ഡൗണിലേക്ക് പോകാനാണ് കൂടുതൽ ചാൻസ്. എന്നിരുന്നാലും നമുക്ക് നോക്കാം എന്താണ് നമുക്കിനി ഇവിടെ സംഭവിക്കാൻ പോകുന്നതെന്നുള്ളതും ഇനി വരുന്ന ന്യൂസുകളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റുമെന്ന് നോക്കാം. എന്തായാലും 400 പിപ്സിൻ്റെ ലോസാണ്, ഡൗൺ ആണ് ലാസ്റ്റ് വീക്കിൽ നമുക്ക് ഗോൾഡിൽ വന്നിരിക്കുന്നത്. അതിൻ്റെ സ്ട്രാറ്റജീസ് നമുക്കൊന്ന് പരിശോധിക്കാം. മെയിനായിട്ടും നമുക്ക് ഹയർ ടൈം ഫ്രെയിം ആയ H4 അവർ നോക്കാം. H4 അവറിൽ വന്നിട്ട് ഒരു സെക്കൻഡ്, H4ൽ നമുക്ക് ഒരു ഡെത്ത് ക്രോസ് 2000 വന്നൊരു ഡെത്ത് ക്രോസ് 2004 വന്നത് ഇപ്പോഴും കണ്ടിന്യൂഷൻ ആണ്. മാർക്കറ്റ് വന്ന ഡൗൺ ഏരിയയിൽ തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത്. മാർക്കറ്റ് ക്ലോസിങ് 1 hour ചാർട്ടിൽ വന്നിട്ട് 69% ആണ് മാർക്കറ്റ് ഗോൾഡിൽ ക്ലോസ് ആയിരിക്കുന്നത്. 31% സെല്ലാണ്. അതുപോലെ 4 hour ചാർട്ടിൽ 52% ബൈയും 48% സെല്ലുമാണ്. അപ്പം നമുക്കൊരു ബിഗ്ഗസ്റ്റ് ടൈം ഫ്രെയിമിൽ കാര്യങ്ങൾ നോക്കുമ്പോഴത്തേക്ക് മെയിനായിട്ടും ഇപ്പം നമുക്ക് ഇങ്ങനൊരു സപ്പോർട്ടിങ് ഏരിയ റിയർലി 19 ഈ ഒരു ഏരിയയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ഉള്ള ഏരിയ. ഇപ്പം ഒരു 1939 1945 ആണ്. അപ്പം റിജക്ഷൻ വന്നിരിക്കുന്ന ഏരിയ എന്ന് പറയുന്നത് $1987 ആണ് ബിഗ്ഗസ്റ്റ് റിജക്ഷൻ നമ്മുടെ ലാസ്റ്റ് വീക്കിലെയും കഴിഞ്ഞ വീക്കിലെയും. അവിടെ ഒരു ഡെത്ത് ക്രോസ് ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് അത് ഇടിഞ്ഞ് ഇപ്പോഴും നല്ലൊരു ബിയറിഷ് മോഡിലാണ് നിൽക്കുന്നത്. എൻ്റെ ഒരു ഉദ്ദേശത്തിൽ നമുക്ക് 1900 ആ റേഞ്ചിലേക്ക്
ഗോൾഡ് ഇടിയാനാണ് ഏറ്റവും കൂടുതൽ ചാൻസ്. അത് കമ്മിങ് വീക്കിലോ ഈ വീക്കിലോ അത് പോസിബിൾ ആകും. എന്നാലും നാളത്തെ സ്ട്രാറ്റജി അതല്ല. നാളത്തെ സ്ട്രാറ്റജി നമുക്ക് പരിശോധിക്കാം എന്താണെന്നുള്ളത്. ഓൾറെഡി ഇവിടെ നിന്നൊരു ബൈ സപ്പോർട്ട് കയറി നല്ലൊരു സ്ട്രോങ് ഏരിയ ആണ്. അത് ബ്രേക്കൗട്ടായി ഉറപ്പായിട്ടും 900 ഏരിയയിലോട്ട് വരുന്നതായിരിക്കും. 1 അവർ ചാർട്ടിലും അതേ സിറ്റുവേഷൻ തന്നെയാണ്. ചെറിയ ബുള്ളിഷ് ഫീലാവും. ഇനി 30 മിനിറ്റ്സ് ലോവർ ടൈം ഫ്രെയിമിലും ഈ ഒരു ഏരിയ തന്നെയാണ്. നമുക്കൊരു 66% ബൈ മാർക്കറ്റിലാണ് ക്ലോസ് ആയിരിക്കുന്നത്. ഇനി 15 മിനിറ്റ്സ് 62%, 5 മിനിറ്റ്സ് 41%. ഓക്കെ, എന്നിരുന്നാലും പോസിബിളായിട്ടുള്ള ഏരിയാസ് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. 1 അവർ ചാർട്ട് തന്നെ എടുക്കാം. 1 അവർ ചാർട്ടിൽ നമുക്ക് പോസിബിളായിട്ടുള്ള ഏരിയാസ് എന്ന് പറയുന്നത് ബൈ ആണ് എന്നുണ്ടെങ്കിൽ നിലവിൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ളൊരു സംഭവം നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ബൈ 1945-47, സ്റ്റോപ്പ് ലോസ് 1939, ടി പി 1981-54, ടോപ്പിൽ വന്നാൽ തന്നെയും 61. ഈ ഒരു ഏരിയ ആണ് ബൈക്ക് ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ളത്. അതുപോലെ തന്നെ സെൽ ലിമിറ്റ് 1957-61. ലാസ്റ്റ് ടൈമിൽ ഞാൻ സെൽ ലിമിറ്റ് കൊടുത്തിരുന്നത് 1977-80 ആയിരുന്നു. അവിടെ നിന്ന് ഷാർപ്പ് റിജക്ഷനാണ്. ഈ 300+ നമുക്ക് ഈ ഏരിയയിൽ കിട്ടിയിട്ടുള്ള നമ്മളെ ഗ്രൂപ്പിലുള്ളവർക്ക് അറിയാൻ പറ്റും. ലാസ്റ്റ് സെൽ ലിമിറ്റ് കൊടുത്തിരുന്നത് ടി പി ഇതേ പൊസിഷനിൽ തന്നെ 1953-51 റേഞ്ചിൽ കിട്ടും. എന്തായാലും നാളത്തെ മൂവ്മെൻറ്റിൽ ഒന്നുകിൽ ഗോൾഡ് 1940-60 റേഞ്ചിലായിരിക്കും. സഡൻ മൂവ്മെൻറ്റ്സ് ഉണ്ടാവാനുള്ള ന്യൂസുകൾ എന്താണെന്ന് നമുക്ക് നോക്കാം. ഈ 2 പോസിബിലിറ്റീസാണ് ഏറ്റവും കൂടുതലുള്ളത്. സെല്ലിന് നമുക്ക് 61-69 ഏരിയയാണ് ഏറ്റവും കൂടുതൽ സപ്പോർട്ടുള്ള ഏരിയ സെല്ലിന്. ഇതൊക്കെ ഈ സെയിം ഏരിയയൊക്കെ ലാസ്റ്റ് കൊടുത്ത സെല്ലിന് ഏരിയയാണ്. ഞാൻ സ്ട്രാറ്റജി ഗ്രൂപ്പിൽ കൊടുത്തതാണ്. 1969-61 നിന്നുള്ള സെൽ ഔട്ട്. പിന്നെ അതിനുശേഷം ഫ്രൈഡേ കുറച്ച് ബിസി ആയിരുന്നു. എന്തായാലും അതിനുശേഷമുള്ള ഈ ഒരു സ്ട്രാറ്റജി, ഈ 2 പോയിൻ്റാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ടാർഗറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ന്യൂസ് ഇമ്പാക്റ്റ് എന്താണെന്ന് നോക്കാം. ന്യൂസ് ഇമ്പാക്റ്റ് May 29 Memorial Day, Pentecost Monday, White Monday. ഓക്കെ, എനിക്കൊന്ന് മാർക്കറ്റ് ക്ലോസ് ആണെന്ന് തോന്നുന്നു നാളെ. May 30 USD ഗോൾഡിന് ഇമ്പോർട്ടൻസ് ആയിട്ട് കൺസ്യൂമർ കോൺഫിഡൻറ്റും ഡെല്ലാസ് ഫുഡ് മാനുഫാക്ചറിങ്ങും ഉണ്ട്. പിന്നുള്ളത് ഇൻഫ്ലേഷൻ റേറ്റ്, GDP കാർഡിൻ്റെയാണ്. ചിക്കാഗോ PMI ഉണ്ട്. ഓക്കെ, 31 ജിയോൾട്ടീസ് ജോബ് ഓപ്പണിങ്സും ഉണ്ട്. ഇത് രണ്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ന്യൂസാണ്. നിലവിൽ ഡോളർ നല്ല രീതിയിൽ നിൽക്കുകയാണ്. ഓൾറെഡി 103, 104, 105 റേഞ്ചിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഗോൾഡ് ഉറപ്പായിട്ടും
1900 താഴെ വരും DXY ഒന്ന് അനലൈസ് ചെയ്യാം നമുക്ക് ലാസ്റ്റ്. ഇനി 31 കഴിഞ്ഞ് 1 ജൂൺ 1 ചിക്കാഗോ PM ജൂൺ 1 പേ ഫ്ലാഷ് ISM മാനുഫാക്ചറിങ് അപ്പോൾ വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ നല്ല ഹോട്ട് ന്യൂസസ് ഉണ്ട്. നമുക്ക് ഇനി ന്യൂസ് ടൈമിൽ ട്രേഡ് ചെയ്യുന്നതിനെ പറ്റി ഒരു വീഡിയോ കൂടെ നമ്മൾ ചെയ്യുന്നുണ്ട്, എങ്ങനെ ട്രേഡ് ചെയ്യാൻ പറ്റും എന്നുള്ളത്. DXYയും കൂടെ നമുക്ക് അനലൈസ് ചെയ്യാം. DXYയുടെ മൂവ്മെൻറ്റ് അനുസരിച്ചും DXY സൂപ്പർ ഗ്രോത്ത് ആണ് വന്നിരിക്കുന്നത്. DXY ലാസ്റ്റ് വീക്കിനെ അപേക്ഷിച്ചു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കയറിപ്പോയിരിക്കുകയാണ്. ഗോൾഡൻ ക്രോസ് 101.36 നിന്ന് കയറി ഇപ്പോൾ ലാസ്റ്റ് 104.03, 104.94 നല്ലൊരു റെസിസ്റ്റൻസ് ഉണ്ട്. ഓക്കെ, എന്നാലും 105 റീച്ച് ചെയ്യാൻ ചാൻസ് വളരെ കൂടുതലാണ്. ഇപ്പോൾ GBP JPY അതുപോലെ തന്നെ നല്ല രീതിയിൽ ഫ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, എന്നാലും ഇടിയാൻ ചാൻസ് വളരെ കൂടുതലാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും ഗോൾഡിൻ്റെ മൺഡേ മൂവ്മെൻറ്റ്സ് മാർക്കറ്റ് ഓഫ് ആയതുകൊണ്ട് സ്ലോ മൂവ്മെൻറ്റ്സ് ആയിരിക്കും. ട്യൂസ്ഡേ വെനസ്ഡേയിലേക്ക് നമ്മുടെ ഈ സ്ട്രാറ്റജി എടുക്കാം. നാളെ മാർക്കറ്റ് എങ്ങനെ മൂവ് ആകുമെന്ന് നോക്കാം. നാളെ US മാർക്കറ്റും പൊതുവേ എല്ലാ മാർക്കറ്റും ക്ലോസ്ഡ് ആണ് എന്നാണ് തോന്നുന്നത്. എന്നാലും രാവിലെ മാർക്കറ്റ് ഓപ്പൺ ആകുമ്പോൾ അറിയാം. മെമ്മോറിയൽ ഡേ, പെൻഡക്കോസ്റ്റ്, ഹോളിഡേ, വൈറ്റ് മൺഡേ നോക്കാം. അപ്പോൾ എല്ലാവരും തുടർന്നുള്ള അപ്ഡേഷന് വേണ്ടി എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഫോറക്സ് ട്രേഡിംഗ് നിലവിൽ ചെയ്യുന്നവരാണ് എന്നുണ്ടെങ്കിൽ എൻ്റെ ടെലിഗ്രാം പബ്ലിക് ഗ്രൂപ്പ് ഉണ്ട്. അതുപോലെ തന്നെ $100 കോപ്പി ട്രേഡ് ഗ്രൂപ്പ് ഉണ്ട്. എല്ലാത്തിലും ജോയിൻ ആവുക. കൂടുതൽ അക്കൗണ്ട് ഇഷ്യൂസ് ഉള്ളവർ റിക്കവർ ആവാനുള്ളതും അക്കൗണ്ട് മാനേജ്മെൻറ്റ്, ഫണ്ടഡ് അക്കൗണ്ട് ആക്ടിവേഷൻ എല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് കൂടുതലായിട്ട് വേണ്ടവർ വാട്സാപ്പിലോ ടെലിഗ്രാമിലോ പേഴ്സണലായിട്ട് മെസ്സേജ് ചെയ്യുക. നമ്മൾ മറ്റുള്ള ഗ്രൂപ്പുകൾ കണക്ക് ക്ലോസ്ഡ് അല്ല, എല്ലാവർക്കും വരാം. ഈസി ആയിട്ട് നിങ്ങളുടെ പ്രശ്നങ്ങൾ നമ്മളടുത്ത് അഭിമുഖീകരിക്കാം. ചെയ്യാവുന്ന മാക്സിമം സപ്പോർട്ട് നമുക്ക് ചെയ്യാം. എനിവേ, അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.